സിനിമയിലെ ഇതിഹാസ താരങ്ങളെ തിരഞ്ഞെടുക്കാൻ മനോരമ ഓൺലൈൻ നടത്തിയ SMS വോട്ടെടുപ്പിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളത്തിലെ രണ്ട് നിധികൾ ശ്രീ മമ്മൂട്ടിയെയും ലാലേട്ടനെയും ആദരിക്കുന്നത് ഈ സന്ധ്യയിലെ ഏറ്റവും പ്രധാന ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് അസറ്റ് ഹോം സെല്ലുലോയിഡിന്റെ ഏറ്റവും ധന്യമായ ഈ മുഹൂർത്തത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ. മലയാള മനോരമ നടത്തിയ ഓൺലൈൻ വോട്ടെടുപ്പിൽ പ്രേക്ഷക ലക്ഷങ്ങളുടെ സമ്മതിദാനം നേടിയെടുത്ത് വർഷങ്ങളായി മലയാളി ഹൃദയങ്ങളിൽ ചേക്കേറിയ നമ്മുടെ പ്രിയപ്പെട്ട വലിയേട്ടനും ആറാം തമ്പുരാനും പുതിയ അനുഭവങ്ങളും ആശയങ്ങളുമായി യുവതലമുറ അഭ്രകാവ്യങ്ങൾ രചിക്കുമ്പോഴും അവരോടൊപ്പം തോൾ ചേർന്ന് നിന്ന് അവർക്ക് താങ്ങും തണലുമായി വഴികാട്ടിയായി നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അഭിമാനമായി ലോക ജനതയുടെ മുന്നിൽ മലയാള സിനിമാ തിടമ്പേറ്റിയ രണ്ട് കേശവന്മാർ, ഏത് വിശേഷണങ്ങൾക്കും അനുയോജ്യമാകുന്ന ഈ രണ്ട് പേർ, ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ. കരുത്തെന്ന മൂന്നക്ഷരത്തോട് ചേർത്ത് വയ്ക്കാൻ പുരുഷരൂപമാർന്ന മറ്റൊരു മൂന്നക്ഷരം മമ്മൂട്ടി. മലയാളിയും മമ്മൂട്ടിയും ഒന്നിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടാകുന്നു. അനുഭവങ്ങൾ പാളിച്ചകളിൽ ആരംഭിച്ച ആ സിനിമാ ജീവിതം ഇന്ത്യൻ സിനിമയുടെ ചരിത്രം കൂടിയാണ്. ചെറിയ വേഷത്തിൽ തുടങ്ങി അമ്പേക്കറോളം വളർന്ന മമ്മൂട്ടിയുടെ കഥാപാത്ര വ്യത്യസ്തത അഭിമാനകരമാണ്. മലയാളത്തിനു പുറമെ ഹിന്ദി, തമിഴ്, കന്നഡ ഭാഷകളിലായി ഒട്ടേറെ കഥാപാത്രങ്ങൾ, 3 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. ഈ അഭിനയ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തിയ പുരസ്കാരങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. വാത്സല്യമുള്ള വല്യേട്ടനായും, തെറ്റുകൾക്കെതിരെ ഗർജിക്കുന്ന കിങ്ങായും, ക്രൂരനായ പട്ടേലരായും, പൊന്തന്മാടയായും, വാറുണ്ണിയായും വിസ്മയത്തിന്റെ എത്രയെത്ര വീരഗാഥകളാണ് ഈ അതുല്യ നടൻ നമുക്ക് മുന്നിൽ പകർന്നാടിയത്. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്. കള്ള 9ഓളം ഡബിൾ റോളുകളിലൂടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇരട്ട വേഷങ്ങളിൽ അഭിനയിച്ച നായകനും ഇദ്ദേഹം തന്നെ. എന്റെ മകനോടെ സൽപുത്രനെ രക്ഷിക്കാൻ ഹാജി ആവുന്നതെല്ലാം ചെയ്തു. രക്ഷിച്ചു മകനെ. മകൻ നേരെ അലിഗഡിലേക്ക്. ഫരീദ് ബിൻ അത്തറിന്റെ കാവ്യങ്ങൾ നുണഞ്ഞ് ഖാലിദിലെ കാവ്യമണ്ണ് സുണർന്നു. ഖാലിദ് ഇന്ന് മഹാപണ്ഡിതൻ, ആതിഥേയപ്രിയൻ, ഗസലും മദ്യവും ഒഴുക്കി അതിഥികളെ തണുപ്പിക്കുന്നവൻ. ഒരുക്കിങ്ങുന്നത്ത് അഹമ്മദ് ഹാജിയോ ഒരു നീചജന്മം പോലെ ചുവരിലെ ചില്ലുകൂട്ടിൽ. നിഗമനങ്ങളാണ് ഖാലിദ് സാഹിബ്, നിഗമനങ്ങൾ. ഒരു നാടൻ നായുടെ ഘ്രാണശക്തി മാത്രമുള്ള ഒരു പാവം കുറ്റാന്വേഷകന്റെ നിഗമനങ്ങൾ. കേരളീയ നാട്ടുഭാഷകളുടെ വാമൊഴി വഴക്കങ്ങളെ തന്റെ കഥാപാത്രങ്ങളിലൂടെ എത്ര മികവോടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിൽ എത്തിച്ചത്. അപ്പനും വിട്ടുകൊടുത്തില്ല, ആനയും വിട്ടുകൊടുത്തില്ല. ഉടുക്ക ഒറ്റ അലർച്ച. അയ്യോ, അല്ല ഞാനാ. കുത്തുമ്പോ പറഞ്ഞിട്ട് കുത്തണ്ടേ സിത്രേ. ശബ്ദത്തിന്റെ സൂക്ഷ്മ അംഗങ്ങളിൽ പോലും അഭിനയമൊളിപ്പിച്ച ഈ അതുല്യ നടൻ ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും പാഠപുസ്തകമാണ്. ഭാരത് മാതാ കീ ജയ്.
അനായാസം എന്ന മലയാള പദം കണ്ണാടിയിൽ നോക്കിയാൽ ഒരാളെ പ്രതിരൂപമായി കാണും. കുസൃതിയും കുറുമ്പും ഒളിപ്പിച്ച ചിരിയുടെ പ്രതിപുരുഷനായി മോഹൻലാൽ. ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. മഞ്ഞിൽ വിരിഞ്ഞ ഈ പൂവ് അതുവരെയുള്ള നായക രൂപങ്ങളെ ഉടച്ചു വാർത്താണ് ഒരു തോൾ ചെരിച്ച് മലയാളിയുടെ സങ്കല്പങ്ങളിലേക്ക് കടന്നു വന്നത്. ശരീരം ഒരു ഭാഷയാണെന്ന് മോഹൻലാലിന്റെ നായകന്മാരുടെ മെയ്വഴക്കം പറയാതെ പറഞ്ഞു തന്നു. ഒരു ഡ്രോപ്പ് ബിയർ പോലും കുടിക്കാതെ എന്നെ കൊണ്ട് ഈ വിസ്കി മുഴുവൻ കുടിപ്പിച്ചിട്ട് അതുകൊണ്ട് ബലസ് നീയേ. താളബോധമുള്ള ആ ശരീരഭാഷ ഇന്ത്യൻ സിനിമയ്ക്കാകെ ആശ്ചര്യകരമാണ്. ഭരതവും കമലദളവും വാനപ്രസ്ഥവും അങ്ങനെ ലാൽ എന്ന വിസ്മയത്തെ മഹാത്ഭുതമാക്കി. ഒന്ന് മുഖം കാണിച്ചു വരാവും. ഇത്തവണ കീചകൻ പതറിയെന്നും കർണഭാരവും ഛായാമുഖിയും രംഗത്ത് നേരിട്ട് അവതരിപ്പിച്ച് മോഹൻലാൽ അഭിനയത്തിന്റെ കൊടുമുടിയേറി. മണ്ണാറത്തൊടിയിലെ ജയകൃഷ്ണനെ പോലെയുള്ളവരിലൂടെ നാട്ടുഭാവങ്ങളുടെ ഉസ്താദായും മംഗലശ്ശേരി നീലകണ്ഠ ഭാവങ്ങളിലൂടെ സംഹാരത്തിന്റെ അവതാര രൂപമായും ലാൽ അഭിനയ തികവിന്റെ പൂർണ്ണതയിലേക്ക് ഉയർന്നു. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? സൈനിക വേഷങ്ങളിലൂടെയും കഠിന പരിശീലനത്തിലൂടെയും അദ്ദേഹം നേടിയ ലഫ്റ്റനന്റ് കേണൽ പദവി ഓരോ ഇന്ത്യക്കാരനിലും രാജ്യാഭിമാനമുണർത്തുന്നതാണ്. തമിഴിലും കഥാപാത്രങ്ങളെയാണ് മോഹൻലാൽ അഭിനയിച്ച് അഭിനന്ദനം നേടിയത്. അങ്ങനെ ലാൽ ഭാഷയെ മറികടന്ന നടന വിസ്മയമായി. 2 തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മോഹൻലാൽ നേടിയിട്ടുണ്ട്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിനെ നയിച്ച് അദ്ദേഹം ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ മലയാള സിനിമാ ലോകത്തെ പ്രതിനിധീകരിച്ചത് അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. വിസ്മയത്തിന്റെ സൗന്ദര്യമാണ് മോഹൻലാൽ. ഞങ്ങൾക്ക് ഇത് 6-ാം നമ്പരാണ്. മലയാളത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഭാവുകത്വത്തെ പ്രതിനിധീകരിക്കുന്ന 2 ബിംബങ്ങളാണ് 80കളുടെ ഉത്തരാർത്ഥത്തിൽ ചലച്ചിത്ര ഭൂമിയിൽ ഉദിച്ചുയർന്ന ഈ 2 ധ്രുവ നക്ഷത്രങ്ങൾ. മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിംഗ് ആണ്, നല്ല അഭിപ്രായമാണ്. താരപ്രഭാവത്തിൽ കേരളം കണ്ട 2 അമൂല്യ പ്രതിഭാസങ്ങൾ. തീർന്നു വച്ചാ കൊതിയുടെ കൊമ്പും കൊണ്ട് തീർന്നോന്ന്, ചതിയുടെ ചരിത്രം ചമച്ചത് മതിയായോന്ന്. അന്നം തന്ന കൈക്കല്ലേ അച്ഛൻ ആഞ്ഞു കുത്തിയത്. താരാധിപത്യത്തിന്റെ 3 പതിറ്റാണ്ടിനൊടുവിലും സ്വാധീനത്തിലും ജനപ്രിയതയിലും ആധിപത്യം തുടരുന്ന മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരങ്ങൾ. ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി, ഹൃദയം ഒരു വല്ലകി ഉണരും ഒരു പല്ലവി, എന്നുമെന്നും ഓർമ്മ വയ്ക്കാൻ ഇന്നു പാടും പല്ലവി, നമ്മൾ പാടും പല്ലവി. മലയാളത്തിന്റെ താരരാജാക്കന്മാർക്ക് നൃത്തച്ചുവടുകളോടെ രമ്യ നമ്പീശൻ സ്വാഗതം ഓതുന്നു. രമ്യ നമ്പീശനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ.
the house, see the boys attack. Sergeant alias Jackie. Sergeant alias Jackie. Don't know whether it's a good name. I'm Jackie. Sagar alias Jackie. പിച്ചകപ്പുങ്കാവുകൾക്കുമപ്പുറം പവനത്രയും ഉരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിണ്ടതം കടന്നിത്ര വേഗമെങ്ങു മാഞ്ഞുപോയി. നീലനഭസിൻ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. കൊമ്പെട് കുറുങ്കുഴൽ കൊട്, തപ്പെട് തകിൽപ്പുറം കൊട്. നഗരതീരങ്ങളിലഹരിയിൽ കുതിരവേ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. നെഞ്ചിൻ കഞ്ചവാട വീഴും സ്വർഗരാണിയും നീ സ്വപ്നതന്നെയും. ചെന്തെങ്ങിൽ പൊന്നിളനീരുണ്ടേ, ചെറുതേന്മാവിൽ മാമ്പഴമിന്നുണ്ടേ. ഇളനീർ മുത്തി കട്ടുകുടിക്കാൻ ഇതുവഴിയേ വായോ, ഈ മാമ്പഴം ഒന്ന് കടിച്ചു രസിക്കാൻ ഇതിലേ നീ വായോ. ഇത് തക്കാളി ഈ കവിളത്ത് ഒരു തൂമിന്നൽ ഈ കൺകോണിൽ. How is it? ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. തരള മധുര മുരളിയുണര് പ്രണയഭരിത കവിതയുണര് മനസ്സു നിറയും അതുല ഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുവാണികൾ മതമൊടു തിരുവടി തൊഴുതട് ശ്രുതിചേരണ മലിമോണതിൽ അനുപദമഴകായി മതിമുഖി മമ സഹിമയിൽ നടയിവളുടെ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം 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 ദ്രുതതാളം.
പൊളി സിംഗമ്മ